ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നോമ്പ് സമയത്ത് എടുത്തൊരു വീഡിയോ ആയിരുന്നു. അതിപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നോമ്പായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാനൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഫുഡ് എൻ്റെ താത്ത ഉണ്ട്, നജ്മ താത്ത, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന താത്തയായിരുന്നു കേട്ടോ. അപ്പോൾ ആ താത്താൻ്റെ വീട്ടിൽ നിന്ന് ബീഫും പത്തിരിയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫുഡ് പിന്നെ ഇന്ന് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുള്ളൂ കേട്ടോ. നമുക്കുള്ള തരിക്കഞ്ഞിയും പിന്നെ ബീഫും പത്തിരിയും ഒക്കെ താത്ത തന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ബീഫും പത്തിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനിത് എൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമുണ്ട്, മരുന്നെങ്കിൽ അമ്പലം എന്ന് പറയും. അപ്പോൾ അവിടെ ഒന്ന് തൊഴാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാവിലെ തന്നെ എണീറ്റു, അമ്പലത്തിൽ പോയി. ഞാനും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മയും അങ്ങനെ ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി തൊഴുതു. അപ്പോൾ അവിടെ നിന്ന് കുറേ ഉണ്ണികൾക്ക് ചോറൂണുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചോറുണ്ണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പേര് വിളിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് പോന്നു കേട്ടോ. അവിടെ നിന്ന് പോന്നിട്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുക. ഹസ്ബൻഡ്, ചേച്ചിയുടെ മകൻ, അനിയൻ എല്ലാവരും മാങ്ങ, നല്ല മൂത്ത മാങ്ങ എൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് നോമ്പായ കാരണം ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ അവർ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു രാവിലത്തെ. അപ്പോൾ അവർ മാങ്ങയൊക്കെ കഴിച്ച് എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും മാങ്ങയൊക്കെ കഴിക്കുന്നുണ്ട്. ഞാനവിടെ ഇരുന്നതെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മോള് വന്നു, മോളും കഴിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാനും ചേച്ചിയും മക്കളെല്ലാവരും കൂടിയിട്ട് നെസ്റ്റുണ്ട് അവിടേക്ക് പോകണം. അപ്പോൾ മോളിനെ ആരും പിടിക്കാൻ പാടില്ല. എൻ്റെ ചെറിയ മോളാണ് ഇത്, ചേച്ചിയുടെ മോളാണ്. അപ്പോൾ ചെറിയ ആൾക്ക് ആരെയും പിടിക്കാൻ തന്നെ നടക്കണം. അപ്പോൾ അതാണ് അവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ നെസ്റ്റോയിലേക്ക് ഞങ്ങളൊന്ന് ആദ്യമായിട്ട് പോവുക കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കയറിയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ട്രോളിയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ചേച്ചിക്കും പിന്നെ പർച്ചേസ് ചെയ്യാനായിരുന്നു, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് ട്രോളിയൊക്കെ എടുത്തു. ഇവർ ബ്രദേഴ്സൊക്കെ ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അവർ രണ്ടാളും ആദ്യം വന്നിട്ട് ഇവിടെ നിന്ന് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറണം. ഞങ്ങൾ ഇതിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ നെസ്റ്റോ കാണാത്തവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, പിന്നെ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അവർ പർച്ചേസ് ചെയ്യുന്നതും. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു മെഴുകുതിരിയാണ്, നല്ല സ്മെല്ലുള്ളൊരു മെഴുകുതിരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു സംഭവം. നല്ല സ്മെല്ലുണ്ട്. രണ്ട് ഡിഫറെൻറ്റ് സ്മെല്ലാണ്, ഒരു സോഫ്റ്റ് സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിലെ മോൾ അതൊക്കെ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അവർക്ക് ആവശ്യമായ പഠിക്കേണ്ട സ്കെച്ച് കാര്യങ്ങൾ, ബുക്സൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ചേച്ചിയുടെ മോനും മോളും കൂടിയിട്ട് അവിടെ ട്രോളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോളേനെ ട്രോളിയിൽ കയറ്റി ഇരുത്തിയതാണ്. നമുക്ക് നിലത്തിറക്കാൻ അത്ര സേഫ്റ്റി അല്ല, കാരണം പിന്നെ എല്ലാ സാധനങ്ങളും ആ ട്രോളിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവളേനെ ആ കൊട്ടയിലായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് പാത്രം, കത്തി അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയയിലേക്ക് വന്നു, ജസ്റ്റൊക്കെ നോക്കി. അപ്പോൾ മോള് പറയുന്നുണ്ട് താഴെ ഇറക്കാൻ, പക്ഷെ ഞാൻ ഇറക്കണ്ടെന്ന് പറഞ്ഞു. ഇതിവിടെ സ്കെച്ച് കുട്ടികളുടെ ഒരു ഐറ്റംസാണ് ഇവിടെ, ബുക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടതൊക്കെ അവർ ട്രോളിയിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് മുന്നെടുത്ത വീഡിയോ ആണല്ലോ. അപ്പോൾ നമ്മൾ നോമ്പ് സമയമാണ്. അപ്പോൾ അത് സമയമായ കാരണം ഒരുപാട് ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ അവിടെ പല ബോക്സുകളിലാക്കിയിട്ട് പല ടൈപ്പ് ഉള്ളതുണ്ട് കേട്ടോ. നല്ല ഫാമിലിക്കൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ബോക്സ് ആയിരുന്നു. പിന്നെ ഒരുപാട് മിഠായി, നോസ്റ്റു പണ്ടത്തെയൊക്കെ കുറേ മിഠായികളൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ മോൾക്ക് ആ ജീരക മിഠായി, ആ മിഠായി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഏരിയ ഉണ്ട് കേട്ടോ. അതൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് പിന്നെ പച്ചക്കറി ഞങ്ങൾ കുറച്ചൊക്കെ വാങ്ങി കേട്ടോ. ഉള്ളി, തക്കാളി, പിന്നെ വാട്ടർമെലൻ. അത് നല്ല റേറ്റ് കമ്മിയായിരുന്നു കേട്ടോ അവിടെ. ആ വാട്ടർമെലനൊക്കെ അതൊക്കെ വാങ്ങി, കാരണം മുമ്പ് വൈകുന്നേരത്തിന് ആവശ്യമുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ കുറച്ച് പലചരക്ക്, മല്ലി, മുളക്, പിന്നെ അങ്ങനെ ഇതാ നമ്മുടെ ഞണ്ട്, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഞണ്ട്. അപ്പം ഞണ്ടൊക്കെ നോക്കി
ഞണ്ട് ഒരു മീഡിയം, നല്ല സൈസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വാങ്ങുകയും ചെയ്തു. ഇവിടെ നമ്മുടെ മീൻ കട്ട് ചെയ്ത് മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ബോക്സ് എടുത്ത് കൊണ്ടുപോയിട്ട് തവയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് എടുക്കേ വേണ്ടുള്ളൂ. കരിമീനും കക്കിറച്ചി, അങ്ങനെ പനിഞ്ഞിൽ, അങ്ങനെ എല്ലാ ടൈപ്പും ഫിഷും ഉണ്ട് കേട്ടോ അവിടെ. കക്കയുടെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള പീസുകളും ഒക്കെ, പിന്നെ കുറേ മീനുകൾ പല പല ടൈപ്പ്, എനിക്ക് പേരറിയാത്ത മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ചിക്കൻ ഐറ്റംസ്, ചിക്കനൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതും മട്ടനും ബീഫും പാർട്സുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിവിടെ ഐസ്ക്രീം, കേക്ക്, മിൽക്ക്, കാഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ, ഒരു പുഡിങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രീം കേക്ക്, പിന്നെ ഫ്രൂട്ടി, സ്മോൾ പൊട്ടാറ്റോ, ആപ്പിളൊക്കെ ഒരു ട്രേയിൽ അങ്ങനെ നിറച്ച് വെച്ചേക്കും, ഒരു ബോട്ടിലായിട്ട്. പല ടൈപ്പിലെ ജ്യൂസുകൾ, നമ്മുടെ ചക്ക, എല്ലാം അതും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരു കിലോന് 79 രൂപയാണ് ഉള്ളത്. അങ്ങനെ പപ്പായൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പപ്പായ ഒന്നും ഫ്രഷ് ആയിരുന്നില്ല, അപ്പോൾ എടുത്തില്ല. പിന്നെ ഇടിച്ചക്ക, ചെറിയൊരു ചക്ക, നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവക്കാഡോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്തൊന്നും ഇപ്പോൾ അങ്ങനെ കിട്ടാത്തല്ല. അവക്കാഡോ, ഗ്രീൻ ആപ്പിളും റെഡ് ആപ്പിളും, ഈത്തപ്പഴമൊക്കെ വെറൈറ്റി പല ടൈപ്പിലുള്ള ഈത്തപ്പഴങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടും ഓറഞ്ചും എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊരു നമ്മുടെ കാരക്ക എന്നൊക്കെ പറയില്ലേ, അത്ര അങ്ങോട്ട് ഉറപ്പുള്ളൊരു ഈത്തപ്പഴമാണ്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പെനോയിൽ, അങ്ങനെയൊക്കെയുള്ള സ്മെല്ലുള്ള സാധനങ്ങളൊക്കെ ഇത് പുറത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നോമ്പിന് ആവശ്യമായിട്ടുള്ള ജ്യൂസുകൾ ഇതുപോലെ ഐസിലിട്ട് വെച്ചിരിക്കുകയാണ് ഫ്രണ്ടിൽ. അത് നല്ലൊരു കാര്യമാണ്. 89 രൂപയാണ് കേട്ടോ. പിന്നെ അതിനൊരു ബോക്സ് വരും, നമുക്ക് പെട്ടെന്ന് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും ജ്യൂസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു. അതിനിടയ്ക്ക് നല്ല ഭംഗിയുള്ള മിഠായിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രദർ ബില്ലൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്ത് പോകുന്നു കേട്ടോ. അതിലിടയ്ക്ക് നെസ്റ്റോയിൽ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അവരങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ നിന്ന്. അപ്പോൾ ഇതാ ബ്രദറും അവരും ടീഷർട്ടും ഷർട്ടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഫിഷൊക്കെ വാങ്ങി. അങ്ങനെ എല്ലാവരും നമ്മൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അങ്ങനെ ഞങ്ങളിതാ വന്നു, വീട്ടിലെത്തിയപ്പോൾ ബ്രദർ റോസ് മിൽക്കും വാട്ടർ മെലനൊക്കെ കൂടിയിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പാലൊക്കെ ചേർത്തിട്ട് കേട്ടോ. അങ്ങനെ അവനെല്ലാം വന്ന വശത്ത് തന്നെ വേഗം ജ്യൂസൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു. എനിക്ക് നോമ്പായ കാരണം ഞാനതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതെന്താ ഒരു പ്രത്യേക തരം ഒരു സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് പേര് എനിക്കറിയില്ല, ഒരു പേര് കറക്റ്റായിട്ട് അറിയില്ല. ഒരു റവയുടെ, ഒരു കേസരി അല്ല, എന്നാൽ റവയും സേമിയൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും നമുക്ക് പെട്ടെന്നൊരു വിശപ്പിനൊക്കെ കഴിക്കാൻ പറ്റും. വലിയ ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ കുഴപ്പമില്ല എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു, ജ്യൂസൊക്കെ അവർ കുടിച്ചു. അപ്പോൾ തന്നെ ഡ്രീം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രദർ. അപ്പോൾ അവരത്, ഞങ്ങൾ ഡ്രീം കേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വാങ്ങുന്നത്. എനിക്ക് ഈ ചോക്ലേറ്റ് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. കേക്കും ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കുകയുള്ളൂ. ഡ്രീം കേക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് മാത്രമേ നോക്കുകയുള്ളൂ കേട്ടോ. ചോക്ലേറ്റ് കൂടുതലാണല്ലോ അതിൽ. അപ്പോൾ ചേച്ചിയുടെ മോളുണ്ട്, അവളാണ് കേക്ക് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അവൾ ടേസ്റ്റ് ചെയ്തിട്ട് അവൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. അപ്പോൾ നല്ല കേക്കാന്നൊക്കെ പറഞ്ഞു, കാരണം ചോക്ലേറ്റ് ആണല്ലോ, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ എല്ലാവരും ചേച്ചിയുടെ മോളും ഹസ്ബൻഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആൾ ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഷുഗറാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്കും ചേച്ചിയാണ്, ആ ചേച്ചിക്കും ഷുഗറാണ്. 2 പേർക്കും ഷുഗറായ കാരണം അവർ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയുള്ളൂ. ബ്രദറും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞു, വൈകുന്നേരം ആയിട്ടോ. നോമ്പ് മുറിക്കാറായപ്പോൾ വാട്ടർ മെലനൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രദർ എനിക്കുള്ള റോസ് വാട്ടർ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് അവൻ എനിക്ക് വേണ്ടിയിട്ട് നോമ്പ് മുറിക്കുമ്പോഴേക്കും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഇന്നത്തെ ഫുഡ് നജ്മത്താത്ത എനിക്കുള്ള എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. ബീഫും പത്തിരിയും പിന്നെ തരിക്കഞ്ഞിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായ കാരണം നമുക്കിന്ന് പണി കുറച്ച് കുറവാണ്. അപ്പോൾ വാട്ടർ മെലനൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റോസ് മിൽക്ക്, ആ ഒരു റോസ് വാട്ടറാണ് ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ മിൽക്കൊക്കെ റെഡി ആക്കിയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു മിൽക്ക് റെഡി ആക്കിയിട്ടുള്ളത് പാലും ആ മിൽക്കും വാട്ടർ മെലനും.
അത് ബ്രദർ തപ്പിപ്പിടിച്ച് വാങ്ങിയതാണ് കേട്ടോ ആ ഒരു റോസ് വാട്ടർ. കാരണം ഒരുപാട് ദിവസമായി ഇത്ര അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ, നെസ്റ്റോയിൽ കണ്ടപ്പോൾ അവൻ വാങ്ങി. കണ്ടോ, നമ്മുടെ തരിക്കഞ്ഞൊക്കെ നമ്മുടെ ഫാമിലി ഫുള്ളായിട്ട് കഴിക്കാനുള്ളത് താത്ത തന്നു വിട്ടിട്ടുണ്ട്. അത്രയുണ്ട് കണ്ടോ, എല്ലാവർക്കും കഴിക്കാനുള്ള നല്ല ടേസ്റ്റായിരുന്നു. നല്ല ചൂട് ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്തു തന്നതായിരുന്നു. ബീഫ് പറയാൻ പറ്റില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് അവരുടെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു ഇത്ര കേട്ടോ. അപ്പോൾ ബീഫ് പോത്തിനെ വാങ്ങിയിട്ട് നമ്മളെല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കില്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം താത്ത അത് നമുക്ക് കറി വെച്ചിട്ട് തന്നതായിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ഫ്രഷ്നെസ് അതിലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായിരുന്നു. നമ്മുടെ ഫാമിലി എല്ലാവരും ഇരുന്ന് കഴിച്ചു. എല്ലാവരും നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് അത്രയും, അതിനെല്ലാം നല്ല പീസുകളായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതാ നെസ്റ്റോന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു കേക്കും പിന്നെ എണ്ണക്കടികൾ എന്തൊക്കെ ബ്രദർ വാങ്ങിയതാ തോന്നുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ നോമ്പൊക്കെ മുറിക്കുകയാണ്. കുറച്ചൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം ഇന്ന് രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് പട്ടാമ്പി പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ കുറച്ച് അത്യാവശ്യം ടയർഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല എരിവുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് കുറച്ച് എരിവ് വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എന്താ വെച്ചാൽ കുറച്ച് നേരം വൈകി, ദിവസങ്ങൾ വൈകി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പിന്നെ വീഡിയോ എടുത്ത് വെച്ചതല്ലേന്ന് വിചാരിച്ചാൽ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ബീഫും പത്തിരിയൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ട് വേണം പിന്നെ ഇനി ഫാമിലി എല്ലാവരും കഴിക്കാൻ കേട്ടോ. കാരണം അവർ ഓൾറെഡി കേക്കും ജ്യൂസൊക്കെ കുടിച്ചിട്ട് വയറ് നിറച്ചിരിക്കുന്ന കാരണം അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ അതൊരു ഡ്രീം കേക്ക് ഞാൻ ടേസ്റ്റ് നോക്കുകയാണ്. ഞാനൊരു സ്പൂണ് കഴിച്ചു, എനിക്കത് മതി, എനിക്ക് അത്രേ വേണ്ടുള്ളൂ, എനിക്കിഷ്ടമല്ല. പിന്നെ ബ്രദർ ഉപ്പിലിട്ട് വെച്ച ബീട്രൂട്ടായിരുന്നു, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.